നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 2 ഞായറാഴ്ചയാണ്, ഇടവം 19. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. അതോടുകൂടി വലിയ കൂടിയാലോചനകൾ, ചർച്ചകൾ നടക്കുന്നു മുന്നണികളുടെ കേന്ദ്രങ്ങളിൽ. കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. തിരക്കേറിയ മണിക്കൂറുകളായിരിക്കും, വാർത്താ മണിക്കൂറുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കണം. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്, മഴയ്ക്ക് സാധ്യതയുള്ളത് എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കാം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDA വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്ന് പ്രവചനം. 401 സീറ്റ് വരെ നേടിയേക്കുമെന്ന് ഇന്ത്യ ടുഡേ, ഇന്ത്യ TV സർവേകൾ. ഇന്ത്യ സഖ്യം 200 കടക്കില്ല എന്നും പ്രവചനം. കേരളത്തിൽ UDF തരംഗവും LDF തകർച്ചയും BJPയുടെ ഉദയവും പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. UDFന് പരമാവധി 17 സീറ്റ് വരെ ലഭിക്കുമെന്ന് പ്രവചനം. ഇടതുമുന്നണി 1 സീറ്റിൽ പോലും ജയിക്കില്ല എന്നും NDA 3 സീറ്റ് വരെ നേടുമെന്നും എക്സിറ്റ് പോൾ. തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുമെന്ന് സർവേകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പൂർണ്ണാത്മവിശ്വാസത്തിൽ NDA സഖ്യം. 400-ലേറെ സീറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇന്ന് വോട്ടെണ്ണൽ. അരുണാചലിൽ ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. സിക്കിമിൽ പ്രാദേശിക പാർട്ടിയായ സിക്കിം ക്രാന്തിക്കാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പ്രധാന പോരാട്ടം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെതിരെ കള്ളക്കേസെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ പ്രതിഷേധ മാർച്ച്. CI ആൻഡ്രിക് റോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർ നടപടികൾക്കൊരുങ്ങി KPCC. റിപ്പോർട്ടിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനം. KSU സംസ്ഥാന പ്രസിഡന്റിന്റേത് ധാർഷ്ട്യ നിലപാടെന്ന് കുറ്റപ്പെടുത്തൽ. മദ്യനയക്കേസിൽ ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വിചാരണ കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. താൽക്കാലിക ജാമ്യ കാലാവധി അവസാനിച്ചതോടെ കെജ്രിവാൾ ഞായറാഴ്ച ജയിലിലേക്ക് തിരിച്ചുപോകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡിന്. എതിരില്ലാത്ത 2 ഗോളിന് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ചു. റയൽ ചാമ്പ്യന്മാരാകുന്നത് 15-ാം തവണ. കിരീടത്തോടെ ക്ലബ് ഫുട്ബോളിനോട് വിട ചൊല്ലി ടോണി ക്രൂസ്. നോർവേ ചെസ്സിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയ്ക്ക് വീണ്ടും അട്ടിമറി ജയം. ലോക 2-ാം നമ്പർ ഫാബിയാനോ കരുവാനിയെ തോൽപ്പിച്ചു. 2-ാം ജയത്തോടെ ഇന്ത്യൻ കൗമാര താരം 3-ാം സ്ഥാനത്ത്. വനിതാ വിഭാഗത്തിൽ 1-ാം സ്ഥാനത്ത് വൈശാലി തുടരുന്നു. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കണ്ണൂർ പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ ബസിന്റെ ബോഡികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി. തുരുമ്പെടുത്ത ഭാഗങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ച് സമീപ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതായി പരിസരവാസികൾ. കണ്ണൂർ പഴയങ്ങാടിപ്പുഴയിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ നാശത്തിന്റെ വക്കിൽ. ടെർമിനലിലെ ഇരിപ്പിടങ്ങൾ, കരിങ്കൽ തൂൺ എന്നിവ നശിച്ചു. മലബാർ റിവർ ക്രൂസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെർമിനൽ നിർമ്മിച്ചത് 3.5 കോടി രൂപ ചെലവഴിച്ച്. കാലപ്പഴക്കത്താൽ വയനാട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റുകൾ തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. കൂർത്തു നിൽക്കുന്ന ഇരുമ്പ് കമ്പികൾ ബസ്സുകൾക്കും ഭീഷണിയായി. തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ നടപടി വേണമെന്ന് ആവശ്യം. ശക്തമായ മഴയിലും കാറ്റിലും മലപ്പുറം പെരിന്തൽമണ്ണ കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ് ഷെഡ് തകർന്നു. സന്ദർശക പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു. റോഡരികിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി തൃശൂർ തിരുവല്ലുവാമല പഞ്ചായത്ത്. പഞ്ചായത്ത് പരിധിയിൽ 8 ക്യാമറകൾ സ്ഥാപിക്കും. മാലിന്യം തള്ളുന്നവരിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കാനും തീരുമാനം. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിലമ്പൂർ കാളികാവ് പെരുമ്പിലാവ് പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മിക്കുന്നത് 15 കോടി രൂപ ചെലവിൽ. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ വികസനം പുരോഗമിക്കുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷനിൽ നടപ്പിലാക്കുക 15 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ. വിശാലമായ പാർക്കിംഗ് സൗകര്യവും സ്റ്റേഷനിൽ സജ്ജമാക്കും.
കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതികൾക്കായി റോഡുകൾ കുത്തിപ്പൊളിച്ചതോടെ യാത്ര ദുരിതത്തിൽ. തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ തൃശൂർ തയ്യൂർ കുന്നത്തുപുരയ്ക്കൽ പട്ടികജാതി കോളനി. ഭീതിയിൽ കഴിയുന്നത് 5ഓളം കുടുംബങ്ങൾ. കഴിഞ്ഞ പ്രളയത്തിൽ കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കണ്ണൂർ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് വൺവേ റോഡിന് സമീപം വാഹന പാർക്കിംഗ് ഏരിയയിൽ അപകട ഭീഷണി ഉയർത്തി വൻ മരം. ശിഖരങ്ങൾ ഏത് നിമിഷവും റോഡിലേക്ക് ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥ. മരം മുറിച്ചു നീക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വേണമെന്ന് ആവശ്യം. കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കർണാടക വനത്തിൽ നിന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കാസർഗോഡ് കുമ്പളയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. കൃഷി നശിപ്പിക്കുന്നത് പതിവായി. കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷകർ. എറണാകുളം കിഴക്കമ്പലം നെല്ലാട് റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. തകർന്നു കിടക്കുന്നത് 14 കിലോമീറ്റർ റോഡ്. കണ്ണൂർ ഇരവികുളം ദേശീയോദ്യാനം സന്ദർശിച്ച സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. ഈ മാസം മാത്രം ദേശീയോദ്യാനം സന്ദർശിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിനരികെ. രാജമലയിലെത്തിയത് 1 ലക്ഷത്തോളം ആളുകൾ. വാഗമൺ ഏലപ്പാറ റോഡിൽ മാലിന്യ കൂമ്പാരം. വിനോദസഞ്ചാരികൾ റോഡരികിൽ തള്ളുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ. റോഡരികിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യം. സർക്കാർ ജീവനക്കാർക്ക് ജീവാനന്ദം ആനുറ്റി പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ NGO അസോസിയേഷൻ കാക്കനാട് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന ട്രഷറർ MJ തോമസ് ഹെർബിറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് AN സനന്ദ് അധ്യക്ഷനായി. വയനാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സൂപ്പർ ഡിവിഷൻ ഫുട്ബോൾ ലീഗ് സമാപിച്ചു. ജില്ലയിലെ 7 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ വയനാട് യുണൈറ്റഡ് FC ചാമ്പ്യന്മാരായി. സമാപന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M മധു ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പുതുകടു എസ്റ്റേറ്റിലെ മുകേഷ്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സന്തോഷിനും പരിക്കേറ്റു. കോഴിക്കോട് ബ്രൗൺ ഷുഗറുമായി കാപ്പ കേസ് പ്രതിയും സുഹൃത്തും പിടിയിൽ. അറസ്റ്റിലായത് തലശ്ശേരി സ്വദേശി മുനവർ ഫൈറോസും കിടാശ്ശേരി സ്വദേശി അഷ്റഫും. ഇവരിൽ നിന്ന് 13 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. കാസർഗോഡ് ബന്തിയോട് വാഹന സർവീസ് സെന്ററിൽ കവർച്ച. 2 കംപ്രസറും 3 മോട്ടോർ പമ്പും മോഷണം പോയി. മലബാർ സർവീസ് സെന്റർ ഉടമ യൂസഫിന്റെ പരാതിയിൽ കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. ഈ വർഷം തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കജാരിയ കമ്പനിയുടെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ വിൽപ്പന നടത്തിയതിനുള്ള അവാർഡ് ന്യൂ രാജസ്ഥാൻ മാർബിൾസിന് ലഭിച്ചു. ബാങ്കോക്കിൽ നടന്ന ചടങ്ങിൽ കജാരിയ കമ്പനി പ്രസിഡന്റ് ഗൗതം സേത്തിൽ നിന്ന് അവാർഡ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് MD C വിഷ്ണു ഭക്തൻ ഏറ്റുവാങ്ങി. 8ാം തവണയാണ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് അവാർഡിന് അർഹമാകുന്നത്. ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ എല്ലാ ഷോറൂമിലും ഹോൾസെയിൽ ഡിവിഷൻ ആരംഭിച്ചതും ചെറുകിട കച്ചവടക്കാർക്കും ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കും ഉപയോക്താക്കൾക്കും ഹോൾസെയിൽ വിലയ്ക്ക് നൽകിയതുമാണ് നേട്ടത്തിന് കാരണമെന്ന് MD C വിഷ്ണു ഭക്തൻ. തിരുവനന്തപുരം GG ആശുപത്രിയുടെയും GG ഫാമിലി ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്രഹ്മോസ് ജീവനക്കാർക്കായി ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ബ്രഹ്മോസ് എയ്റോസ്പേസ് ജനറൽ മാനേജർ ഡോക്ടർ S അനിയൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ENT, ഫിസിയോതെറാപ്പി, ഡെന്റൽ, ക്ലിനിക്കൽ, ന്യൂട്രീഷൻ എന്നീ വിഭാഗങ്ങളുടെ സേവനങ്ങളാണ് ലഭ്യമാക്കിയത്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 85ാം ദിവസം ഗുരു ഗോപിനാഥിന്റെ ശിഷ്യ പ്രൊഫസർ ലേഖ തങ്കച്ചിയും ഹരിപ്പാട് സുദർശന കലാക്ഷേത്രത്തിലെ ശിഷ്യവൃന്ദങ്ങളും അവതരിപ്പിച്ച കേരള നടനവും കൊണ്ടയില്ല ശിവനടനവും ശ്രദ്ധേയമായി. പ്രൊഫസർ ലേഖ തങ്കച്ചിയാണ് കൊണ്ടയില്ല ശിവനടനം സംവിധാനം ചെയ്തത്. കലാകാരന്മാരെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് വിരമിച്ച സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മുൻ മേധാവിയുമായിരുന്ന ആന്റണി പാലക്കലിന് ഗവേഷണ കൂട്ടായ്മയുടെ വേറിട്ട ഉപഹാരം. ജെൻഡർ, കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഹാൻഡ് ബുക്കാണ് ഗവേഷണ കൂട്ടായ്മ സമ്മാനിച്ചത്. ആന്റണി പാലക്കലിന്റെ ഗവേഷണ വിദ്യാർത്ഥികളായ ഡോക്ടർ ലേഖ NBയും ഡോക്ടർ പ്രദീപ് കുമാറും ചേർന്നാണ് ഹാൻഡ് ബുക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന അറിയിപ്പുകൾ. എറണാകുളത്തെ SLBS മാർക്ലേൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ
2024-25 അധ്യയന വർഷത്തെ പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അക്കൗണ്ടിംഗ്, വെയർഹൌസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും IT കോഴ്സുകളുമാണ് ആരംഭിച്ചത്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല PhD പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 7 വരെ അപേക്ഷ നൽകാം. കേട്ടറ്റ് പരീക്ഷ ഹോൾ ടിക്കറ്റ് ഈ മാസം 10 മുതൽ ലഭ്യമാകും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊല്ലം SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. എറണാകുളം കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 5. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സംസ്കൃതം, അറബിക് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 11. മണ്ണന്തല ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. എഴുത്തു പരീക്ഷയും അഭിമുഖവും ഈ മാസം 5 നടക്കും. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ബയോമെഡിക്കൽ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ചൊവ്വാഴ്ച. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കും. ഈ മാസം 6 മുതൽ 21 വരെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും അവസരമുണ്ടാകും. ദേശീയ വാർത്തകൾ. എക്സിറ്റ് പോളുകൾ തള്ളി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കോൺഗ്രസിന് 2 അക്ക സീറ്റുകൾ ലഭിക്കും. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല എന്നും DK ശിവകുമാർ. വോട്ടെണ്ണുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റാണെന്ന് തെളിയുമെന്ന് ആം ആദ്മി നേതാവ് സോമനാഥ് ഭാരതി. ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിന് വിജയമുറപ്പ്. മോദി 3ാം തവണയും പ്രധാനമന്ത്രിയായാൽ തലമുട്ടയടിക്കുമെന്നും സോമനാഥ് ഭാരതി. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യം സനാതന ധർമ്മപാതയിലാണെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ രമൺ സിംഗ്. പാവപ്പെട്ടവരും കർഷകരും മോദി സർക്കാരിന്റെ വികസനത്തിന്റെ ഭാഗമായിരുന്നുവെന്നും രമൺ സിംഗ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റുകൾ ലഭിക്കും. മോദി സർക്കാർ 3 ദിവസത്തിനുള്ളിൽ ഭരണത്തിൽ നിന്ന് പുറത്തുപോകുമെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിൽ BJPക്ക് വോട്ട് വീതം വർദ്ധിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ സന്തോഷമെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ. രാജ്യം മുഴുവൻ മോദിക്കൊപ്പമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം കോൺഗ്രസിന്റെ അവസാന ദിവസമാണെന്നും അണ്ണാമലൈ. മോദി സർക്കാരിന്റെ വിലയിരുത്തലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ബസവരാജ് ബൊമ്മെ. 10 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ്. 3ാമതും മോദി സർക്കാർ ഭരണത്തിലെത്തുമ്പോൾ രാജ്യം കൂടുതൽ വികസനത്തിലേക്ക് കുതിക്കുമെന്നും ബസവരാജ് ബൊമ്മെ. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. വെള്ളപ്പൊക്കം 11 ജില്ലകളെ സാരമായി ബാധിച്ചു. മരിച്ചവരുടെ എണ്ണം 12ആയി. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് കച്ചർ ജില്ലയിൽ. ത്രിപുര അതിർത്തിയിൽ ചുമ സിറപ്പ് അനധികൃതമായി കടത്താൻ ശ്രമം. 3300 കുപ്പി സിറപ്പുകൾ പോലീസ് പിടിച്ചെടുത്തു. ട്രക്ക് ഡ്രൈവർ അറസ്റ്റിൽ. കശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. ഈ വർഷം ഇതുവരെ എത്തിയത് 12 ലക്ഷത്തിലേറെ സഞ്ചാരികൾ. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനു ശേഷം ഇത്രയധികം വിനോദസഞ്ചാരികൾ കശ്മീരിലെത്തുന്നത് ആദ്യമായി. ഒഡീഷയിലെ പുരിയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 9ആയി. പരിക്കേറ്റ് 21 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ അഴുക്കുചാലിൽ വീണ് 2.5 വയസ്സുകാരൻ മരിച്ചു. സംഭവം ലോഹിയാച്ചേരിയിൽ. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജ്യാന്തര വാർത്തകൾ. റഫ അതിർത്തി തുറക്കുന്നത് വീണ്ടും ചർച്ച ചെയ്യാൻ ഈജിപ്ത്. US ഇസ്രയേൽ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ഈ മാസം ആദ്യമാണ് ഇസ്രയേൽ സൈന്യം റഫ അതിർത്തി അടച്ചത്. വടക്കൻ ഇസ്രയേലിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് കിര്യത്ത് ഷിമോനയിലും റാമിം പാലത്തിലും തീപിടുത്തം. സിംഗപ്പൂർ സന്ദർശിക്കാനൊരുങ്ങിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. US ചൈനീസ് പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കുന്ന സുരക്ഷാ ഫോറത്തിൽ സെലൻസ്കി സംസാരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. സ്റ്റാർലൈനർ സ്പേസ് ക്യാപ്സ്യൂളിന്റെ വിക്ഷേപണം അനിശ്ചിതത്വത്തിൽ. നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെയാണ് വിക്ഷേപണം മാറ്റിവെച്ചത് അറിയിച്ചത്.
സാങ്കേതിക തകരാറാണെന്ന് സൂചന. യുക്രൈനിലെ താപവൈദ്യുത നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ ഡ്രോൺ ആക്രമണം. 100 മിസൈലുകൾ റഷ്യ തൊടുത്തുവിട്ടതായി യുക്രൈൻ സൈന്യം. ആക്രമണത്തിൽ താപവൈദ്യുത നിലയങ്ങൾക്ക് കേടുപാടുകൾ. തെക്കൻ അതിർത്തിയിലൂടെ ഉത്തര കൊറിയ മാലിന്യങ്ങൾ നിറച്ച കൂടുതൽ ബലൂണുകൾ പറത്തിവിടുന്നതായി ദക്ഷിണ കൊറിയൻ സൈന്യം. 200 ബലൂണുകൾ കണ്ടെടുത്തു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ദക്ഷിണ കൊറിയൻ ഭരണകൂടം. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ബോട്ട് അപകടം. 20 മരണം. അപകടം നങ്കർഹാർ പ്രവിശ്യയിൽ. 5 പേരെ രക്ഷപ്പെടുത്തി. ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിൽ വീശിയടിച്ച മാലിക്സി ചുഴലിക്കാറ്റ് ദുർബലമായി. ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രവിശ്യയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. US മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയുടെ മാതാവ് മാരിയൻ റോബിൻസൺ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. 1937 ചിക്കാഗോയിലാണ് ജനനം. ഖത്തറിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് അനുവദിച്ച 50% ഇളവ് പ്രാബല്യത്തിൽ വന്നു. ഓഗസ്റ്റ് 31 വരെയാണ് ഇളവ്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ മുഴുവൻ താമസക്കാർക്കും ഇളവ് ലഭിക്കും. കുവൈത്ത് സ്ഥാനപതിയായി മിഷൽ അൽ ഷമാലി അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ മിഷൽ അൽ ഷമാലി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അധികാരപത്രം കൈമാറി. ബിസിനസ് വാർത്തകൾ. ഇന്ത്യയുടെ മൊത്ത ചരക്ക് സേവന നികുതി ശേഖരണം മെയ് മാസത്തിൽ 1.73 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചതാണ് GST വരുമാനം വർദ്ധിക്കാൻ കാരണമെന്ന് ധനമന്ത്രാലയം. രാജ്യത്ത് UPI ഇടപാടുകളിൽ വൻ വർധന. മെയ് മാസത്തിൽ UPI ഇടപാടുകൾ 14 ബില്യണായി ഉയർന്നു. ഏപ്രിലിൽ ഇത് 13.3 ബില്യൺ ആയിരുന്നു. മെയ് മാസത്തിൽ വിൽപ്പനയിൽ കുതിച്ചുചാട്ടവുമായി ടാറ്റ മോട്ടോഴ്സ്. മെയ് മാസത്തെ മൊത്ത വിൽപ്പനയിൽ 2% വർധന രേഖപ്പെടുത്തി. ആഭ്യന്തര വിൽപ്പനയും 2% വർദ്ധിച്ചു. ടാൻസാനിയയിലെ ഡാറസ് സലാം തുറമുഖത്ത് ടെർമിനൽ പ്രവർത്തിപ്പിക്കാനൊരുങ്ങിയ അദാനി പോർട്ട്. ടെർമിനൽ പ്രവർത്തിപ്പിക്കുക ടാൻസാനിയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ സർവീസ് ലിമിറ്റഡ് വഴി. കരാർ 30 വർഷത്തേക്ക്. കേരളത്തിന്റെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടിങ്ങിന് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ അനുമതി. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 ഹരിത ഹൈഡ്രജൻ വാലികളാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. ഹൈഡ്രജൻ വാലികൾ നിർമ്മിക്കാൻ ഏജൻസികളിൽ നിന്ന് പ്രപ്പോസൽ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിസ അപേക്ഷ നിരസിച്ച ഷെൻഗൻ രാജ്യങ്ങളിൽ ഫ്രാൻസ് മുന്നിൽ. 26.7% അപേക്ഷകൾ ഫ്രാൻസ് നിരസിച്ചു. ഷെൻഗൻ രാജ്യങ്ങളിൽ കൂടുതൽ വിസ അപേക്ഷ ലഭിക്കുന്നതും ഫ്രാൻസിനാണ്. കായിക വാർത്തകൾ. കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വപോരാട്ടത്തിന് അമേരിക്കൻ മണ്ണിൽ തുടക്കം. 2020 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്ക കാനഡയെ നേരിടുന്നു. രാത്രി 8-ന് മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂ ഗിനിയക്കെതിരെ. 2020 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ബംഗ്ലാദേശിനെ 62 റൺസിന് തോൽപ്പിച്ചു. 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 120 റൺസിൽ അവസാനിച്ചു. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിനേശ് കാർത്തിക്. 39-ാം വയസ്സിലാണ് കാർത്തിക് പാഡ് അഴിക്കുന്നത്. 2004 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച കാർത്തിക് 26 ടെസ്റ്റിലും 94 ഏകദിനങ്ങളിലും 60 2020-യിലും കളിച്ചു. ഹോസെ മറിഞ്ഞോ തുർക്കി ക്ലബ്ബ് ഫെനെർചാബെയുടെ പരിശീലകനായേക്കും. കരാറിൽ ഒപ്പുവെച്ചെന്ന് റിപ്പോർട്ടുകൾ. എംബാപ്പയുടെ സൈനിങ് റയൽ മാഡ്രിഡ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിഞ്ഞ ഉടൻ കരാർ നടപടികൾ പൂർത്തിയാകുമെന്ന് സൂചന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജപ്പാനീസ് ഫോർവേഡ് ഡെയ്സുക്കെ സക്കായിയും ക്ലബ്ബ് വിട്ടു. ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ഡെയ്സുക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായി അറിയിച്ചു. താരം ബ്ലാസ്റ്റേഴ്സിലെത്തിയത് 1 വർഷത്തെ കരാറിൽ. 2020 ലോകകപ്പ് സന്നാഹ മത്സരത്തിനിടെ രോഹിത് ശർമ്മയെ തൊടാൻ ഗ്രൗണ്ടിൽ ഓടിയെത്തിയ ആരാധകൻ. സുരക്ഷാ ജീവനക്കാർ ഇയാളെ പിടികൂടിയപ്പോൾ വേദനിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യൻ നായകൻ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. JK സംവിധാനം ചെയ്യുന്ന ഗർ എന്ന ചിത്രത്തിലെ കിനാവാനം പെയ്തിടും എന്ന ഗാനം പുറത്തിറങ്ങി. നരേഷ് അയ്യരും നേഹ നായരും ചേർന്നാണ് ഗാനം ആലപിച്ചത്. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. TS സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന DNA എന്ന ചിത്രത്തിലെ റിയാസ് ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. പീറ്റർ ജോൺ വിനായകം എന്ന കഥാപാത്രത്തെയാണ് റിയാസ് ഖാൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചിത്രം ഈ മാസം 14-ന് തിയേറ്ററുകളിൽ എത്തും.
കാർത്തിക് ആര്യൻ പ്രധാന വേഷത്തിലെത്തുന്ന ചന്തു ചാമ്പ്യൻ എന്ന സിനിമയുടെ വീഡിയോ ഗാനം പുറത്ത്. ചിത്രം അടുത്ത മാസം 14-ന് റിലീസ് ചെയ്യും. ശർവാനന്ദ്, കൃതി ഷെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മനുമെ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ശ്രീരാം ആദിത്യയാണ് ചിത്രത്തിന്റെ സംവിധാനം. ഹോങ്കോങ്ങിൽ അവധി ആഘോഷിക്കുന്ന നയൻതാരയുടെ ചിത്രം വൈറൽ. ഹൃദയവും ആത്മാവും എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത്. ആസിഫ് അലി, അമല പോൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. അർഫ സയൂബാണ് സംവിധാനം. പാർവതി തിരുവോത്തിനെയും ഉർവശിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ ടീസർ നാളെ പുറത്തിറങ്ങും. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള ടീം ഇന്ത്യയുടെ ഫോട്ടോഷൂട്ട് വൈറലാകുന്നു. സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടി തകർപ്പൻ ഡാൻസ്, പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് നെറ്റിസൺസ്. ചായ കുടിക്കാനിറങ്ങിയതാണ്, ചായക്കടക്കാരനെ കണ്ട് ഞെട്ടി, വീഡിയോ വൈറൽ. കൈകൊണ്ട് തീർത്ത വിസ്മയം, വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാമിനി ഫാക്ട് ചെക്ക്. കെനിയയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്ന പാലത്തിൻ്റെതെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2021 തുർക്കിയിലെ ഈസിൻ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നതിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. മണിപ്പൂരിൽ ഭൂചലനം 3.5 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് പിടികൂടി. പിടിച്ചെടുത്തത് 9 കിലോ സ്വർണം. അശ്ലീല ചിത്രങ്ങൾ പങ്കിടുന്നത് ക്രിമിനൽ കുറ്റമാക്കി ഓസ്ട്രേലിയ. അശ്ലീല ചിത്രങ്ങൾ പങ്കിടുന്നവർക്ക് 6 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കും. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും US കപ്പലുകൾക്ക് നേരെ ഹൂത്തി ആക്രമണം. ആക്രമണം നടത്തിയത് 3 കപ്പലുകൾക്ക് നേരെ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. റഷ്യയിലെ മുതിർന്ന പാർലമെന്റ് അംഗം ആർത്തർ ചിലിങ്കറോവ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇറ്റലിയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും. നദി കരകവിഞ്ഞൊഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 3 പേരെ കാണാതായി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.